വികസനവും രാഷ്ട്രീയവും ചർച്ചയാകേണ്ട തിരഞ്ഞെടുപ്പ് വേദിയിൽ പലപ്പോഴും മതവും വർഗീയതയും വിഷം കലർത്തുന്ന കാഴ്ചകളാണ് കേരളത്തിൽ നിന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 4 വോട്ടിന് വേണ്ടിയിട്ട് ആരെയും അധിക്ഷേപിക്കാമെന്നും ഏത് വർഗീയ കാർഡും ഇറക്കാമെന്നുമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ധാർഷ്ട്യത്തിന് കേരള ഹൈക്കോടതി കൃത്യമായ രീതിയിൽ താക്കീത് നൽകിയിരിക്കുകയാണ്. സംഭവം കഴിഞ്ഞ ദിവസം ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥിയും BJPയുടെ നേതാവുമായ B. ഗോപാലകൃഷ്ണന്റെ ഹിന്ദു MLA എന്ന് പറയുന്ന വിദ്വേഷ പരാമർശത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കടുത്ത ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ BJP നേതാവായിട്ടുള്ള B. ഗോപാലകൃഷ്ണൻ നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ 2 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നായിരുന്നു കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടം എന്തിനാണ് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോടതി ഈ കാര്യം ചോദിച്ചിട്ടുള്ളത്. വോട്ടർമാർക്കിടയിൽ വിദ്വേഷം പടർത്തുന്ന പ്രസംഗങ്ങൾക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ കഴിഞ്ഞ 50 വർഷമായി ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല എന്നും ഇടതു വലതു മുന്നണികൾ ബോധപൂർവം ഹിന്ദുക്കളെ അവഗണിക്കുകയാണ് എന്നുമാണ് അദ്ദേഹം അന്ന് ആരോപിച്ചിരുന്നത്. തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വീഡിയോയിലൂടെയായിരുന്നു ഈ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ വീഡിയോ അദ്ദേഹം അതിൽ നിന്ന് മാറ്റിയിട്ടുമുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും പെരുമാറ്റച്ചട്ടം ബാധകമാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ആ പെരുമാറ്റച്ചട്ടത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്തെല്ലാം കാര്യമാണ് ചെയ്യേണ്ടതെന്നും ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതും. ഈ കാര്യങ്ങളിൽ 5ാമത്തെ നിർദ്ദേശമായിട്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ 5ാമത്തെ നിർദ്ദേശമായിട്ട് പറയുന്നത് വോട്ടർമാരുടെ ജാതി, മതം എന്നിവ പറഞ്ഞു വോട്ട് ചോദിക്കാൻ പാടില്ല എന്നതാണ്. അതുപോലെ തന്നെ 6ാമത്തെ നിർദ്ദേശം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിവിധ മതജാതി വിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഭിന്നതകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണമോ പ്രവർത്തനങ്ങളോ പാടില്ല എന്നും അതിൽ നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ 9ാമത്തെ നിർദ്ദേശം പറയുന്നത് അമ്പലങ്ങൾ, പള്ളികൾ തുടങ്ങിയ ആരാധനാലയങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനോ പ്രസംഗത്തിനോ പോസ്റ്ററുകൾക്കോ ഉപയോഗിക്കാൻ പാടില്ല എന്നുമുണ്ട്. അതുമാത്രമല്ല, ജനാധിപത്യ നിയമത്തിലെ 123ാം വകുപ്പ് പ്രകാരം മതം, വംശം, ജാതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചോദിക്കുന്നത് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റമാണ്. ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളുമെല്ലാം ഒരു തവണയെങ്കിലും ഇത്തരം സ്ഥാനാർത്ഥികൾ വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഗോപാലകൃഷ്ണന്റെ ഈ പ്രസംഗം ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ സത്യമാണ്. പക്ഷെ എന്നിട്ടും ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുലർത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത്. ഇതാദ്യമായിട്ടൊന്നുമല്ല ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ B. ഗോപാലകൃഷ്ണൻ നടത്തുന്നത്. മുൻപും ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ അദ്ദേഹം ഒരുപാട് നടത്തിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ അന്ന് കൊല്ലപ്പെടേണ്ടിയിരുന്ന നെഹ്റു ആയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ ചന്ദ്രനിൽ പോകണമെന്ന് പറഞ്ഞതായിട്ടും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് അവാർഡ് ജേതാക്കളിൽ മുസ്ലിം നാമധാരികളുടെ പേരുകൾ മാത്രം എടുത്തു പറഞ്ഞ് സർക്കാർ ഇത്തരം അവാർഡുകൾ നൽകുന്നത് വർഗീയതയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്ന ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം മുൻപും ഇപ്പോഴും നിരന്തരമായിട്ട് ഇത്തരം വർഗീയ പരാമർശങ്ങൾ ഈ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിലും അല്ലാതെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുമാത്രമല്ല, ഈ അടുത്ത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലും ഇത്തരമൊരു വർഗീയ പരാമർശം നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഇത് പുതുമയുള്ള സംഭവമൊന്നുമല്ല. വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആളുകൾ സമീപകാലത്ത് ഒരുപാട് രീതിയിലുള്ള പരാമർശങ്ങൾ കേരളത്തിൽ സ്ഥിരമായിട്ട് നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വിദ്വേഷ പ്രസംഗങ്ങൾ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമായി മാറുമ്പോൾ അവിടെ പരാജയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങളാണ്. വിലക്കയറ്റത്തെക്കുറിച്ചോ തൊഴിലില്ലായ്മയെക്കുറിച്ചോ വികസനത്തെക്കുറിച്ചോ സംസാരിക്കാൻ കഴിയാത്തവരാണ് മതത്തെ മറയാക്കാൻ ശ്രമിച്ച് ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത്. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ തന്നെ ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്നത് വളരെ കഷ്ടമായ കാര്യമാണ്. നിയമം എല്ലാവർക്കും ബാധകമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഇത്തരം പരാമർശങ്ങൾ. UDF വരികയല്ലേ, പെൻഷൻ 3000 ഉയർത്തും. UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി 6000 രൂപ. ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും. ഇത് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. ഇനി ജനങ്ങൾ ജയിക്കട്ടെ. കേരളം ജയിക്കും, UDF നയിക്കും.